ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഒരു ശർക്കരയുടെ ഉണ്ടാക്കി തിന്നാലോ എന്നൊരാഗ്രഹം തോന്നി. പക്ഷേ ശർക്കരയുടെക്ക് വേണ്ട മെയിൻ ഒരു സാധനമുണ്ട്, തേങ്ങ. അത് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടലോട്ട് ഇത് നടന്നു പോവുകയാണ്. ഗൈസ്, ഈ വഴികളിലൂടെയാണ് ഞങ്ങൾക്ക് നടന്നു പോകേണ്ടത്. ഞാനും അഞ്ചുമാണ് പോകുന്നത്. ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ പിള്ളേരെന്തായാലും പറഞ്ഞ സഹായിച്ചു കൊടുത്തേക്കണം. നാട്ടുവഴിയുടെ പാട്ട് കേൾക്കണം. ഈ സാധനം നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഇതാണ് നമ്മള് പൊട്ടിച്ച ചോര എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചുമല കായ് വന്ന സാധനമാണ്. ഇത് പണ്ടൊക്കെ നമ്മളിങ്ങനെ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചോര വന്നു, കൈ മുറിഞ്ഞു എന്നൊക്കെ പറയായിരുന്നു. 90s kids ആണ്. ഞാൻ 90s അല്ല, ഞാൻ 2K എന്ന് പറയാൻ പറ്റും. ഗൈസ് നോക്കൂ, മുറ്റത്തൊരു JCB ഇതാ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നു. കൂടെ ഒരു ലോറിയുണ്ട്. തേണ്ടേ ആ കടയിലേക്കാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത്. ഇവിടെ നേരത്തെ കൈതച്ചക്ക കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫുൾ തരിശു ഭൂമിയായി. ഇതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ്. ഇതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരുതരം പരിപാടിയാണ്. പക്ഷെ നമ്മളതൊന്നും പറയാൻ പോവണ്ട, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ ആ JCB തൂമ്പയുടെ ചാട് കിടക്കുന്നു. കൈ സെലിബ്രിറ്റി ആയിട്ട് അതിന് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഈ പട്ടിക്കാട്ടി വന്ന് ഐഫോൺ കാണിക്കും, പട്ടിഷ കാണിച്ചാൽ പിന്നെ ആൾക്കാർ നോക്കത്തില്ലേ. അങ്ങനെ നമ്മൾ അവസാനം കടയിൽ വന്നിട്ട് ചേച്ചി ഒരു തേങ്ങ വേണമെന്ന് പറഞ്ഞു. ആ ചേച്ചി തേങ്ങ എടുത്തു തന്നു. പക്ഷെ നമുക്ക് സങ്കടമായിപ്പോയി. തേങ്ങ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ഇത് തേങ്ങയാണോ അതോ മാങ്ങയാണോ എന്നുള്ള സംശയമായിപ്പോയി. ഗൈസ്, നമ്മൾ ഒരു തേങ്ങ വാങ്ങാനാണ് പോയത്. ബട്ട് 2 തേങ്ങ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു ചെറിയ തേങ്ങ കൊണ്ട് നമുക്ക് എന്താവും നടത്തില്ല. കാരണം സ്മോൾ തേങ്ങയാണ് ഗൈസ്, വെരി ചെറിയ. 23 രൂപയാണ്. ചെറിയ തേങ്ങയാണെങ്കിലും 23 രൂപയായി. ചെറിയ തേങ്ങ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇതെങ്ങനെയാ ചിരവ വെച്ച് ചിരവൂടാണ്. ഈ തേങ്ങയ്ക്ക് അതായത് വെള്ളം എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ തേങ്ങ തൂക്കാൻ. തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് അല്ലേ, വെയിറ്റ്, വെള്ളത്തിന്റെ വെയിറ്റ് കൂടെ കൂട്ടിയാൽ വെള്ളം കുടിക്കാൻ കിട്ടുമോ? എന്തായാലും പരിതാപകരമാണ് അവസ്ഥ. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാട്. ഞാനൊരു മലയാളി. കണ്ടോ, ഈ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. മടുത്തു ഗൈസ്. നടക്കാതിരിക്കുന്നുണ്ട്. ഈ നടക്കാതിരുന്ന് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഏതൊക്കെയും. യെസ്, ഇത് ഞാൻ വാങ്ങിയതിൻ്റെ മെയിൻ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോയതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇത് എനിക്ക് 5 ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഈ ശർക്കരയുടെ ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ നമുക്ക് വാഴയില വെട്ടാ എടുത്തത്. അത് പീസ് ആക്കാം. നല്ല വാഴയിലില്ലല്ലോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഴ വെട്ടുന്നതാണ് ഗൈസ്. പണ്ട് ഗൈസ് ചെറുപ്പത്തിൽ ഞങ്ങൾ കഞ്ഞിയും കറിയും കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ അരിഞ്ഞ് കറിയാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാഴയിലേക്ക് വെട്ടി. വാഴയിൽ വെട്ടുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. കാരണം നല്ല വാഴയിലൊന്നുമില്ല. ഉള്ളതാണെങ്കിൽ പൊക്കത്തും നമുക്കാണെങ്കിൽ അത് എത്തിപ്പിടിക്കാനായിട്ട് പറ്റത്തുമില്ല. അങ്ങനെ അതിസാഹസികമായി അതിൻ്റെ ഇടവഴിയൊക്കെ കയറിയിട്ട് കുറച്ച് നല്ല വാഴയിലേക്ക് അവസാനം ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ വാഴയിലേക്ക് നമ്മൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. തേങ്ങ ചിരവിയത് വേണം, ശർക്കര പൊടിച്ചെടുത്തത് വേണം, പിന്നെ വേണ്ടത് ഗോതമ്പ് മാവാണ്. ഇനി ഈ ഗോതമ്പിലേക്ക് ഉപ്പും കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. ഈ അടിച്ച് പരത്തലാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. വാഴയിൽ നിറച്ചും ഗോതമ്പ് പൊടി പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ശർക്കരയും തേങ്ങയുടെ ആ മിക്സ് അതിലേക്ക് ഫില്ലിംഗ് ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നൈസായിട്ട് മടക്കി കൊടുക്കുക. ഇനിയൊന്നും നോക്കാനില്ല, ഇത് നേരെ ചട്ടിയിലോട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കണം. ഇതിങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും വരും. കൂടെ വാഴയില ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ ഒരു രൂപത്തിലാകും. വെന്ത് കഴിയുമ്പോൾ വാഴയില തിന്നരുത്, അത് മാറ്റി വെച്ചേക്കണം. അതിൻ്റെ അകത്ത് എടുക്കുന്ന അട മാത്രം എടുത്ത് തിന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സാധനം എനിക്ക് പ്ലേറ്റിൽ കിട്ടി. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഗുപ്തൻ ചായ കുടിക്കുന്നവരെ നമുക്കിത് ഊതി കഴിക്കാം. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.